പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെയിരിക്കെ കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക്കിനെതിരെ ഗാന്ധിയന്മാർ വെടിവെപ്പ് ആരംഭിച്ചു. കണ്ണൂരിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള റോക്കറ്റ് ലോഞ്ചറിൽ നിന്നാണ് ആദ്യത്തെ വെടിപൊട്ടിയത്. ആഹ്വാനം ചെയ്യുന്ന നേതാക്കന്മാർ തലക്ക് വിലക്ക് ഉയർന്ന തലത്തിൽ CPM-ന്റെ നേതാക്കന്മാർ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോ അവർ ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ എന്ന് പോലും ജനം സംശയിക്കുന്നു. പിന്നാലെ വന്നു പ്രതിപക്ഷ നേതാവിന്റെ വക ബോംബർ വിമാനങ്ങൾ. പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇവിടെ നിയമം കയ്യിലെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നിയമം കയ്യിലെടുക്കുന്നതിനെതിരായി ജനങ്ങൾ അത് മനസ്സിലാക്കണം, ജനങ്ങൾ അത് ഉൾക്കൊള്ളണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗാന്ധിയൻ സമാധാന സേനയുടെ സർവ്വസൈന്യാധിപൻ പോലും ആയുധമെടുത്തു. നിയമസമാധാനം പരിപാലിക്കാൻ ബാധ്യതപ്പെട്ട സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നിയമസമാധാനം തകർക്കാനുള്ള പാർട്ടി സെക്രട്ടറിയുടെ ഈ നിലപാടുമായി എങ്ങനെ അദ്ദേഹം അതിനെ വിലയിരുത്തുന്നു? എന്തിനേറെ പറയുന്നു, സനാതന ശാന്തി സേനയും ആ ഭാഗത്ത് അണിനിരന്നു. സ്വന്തം അണികളോട് ആയുധമെടുക്കാൻ, ആയുധ പരിശീലനം നടത്താൻ ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച ഒന്നാകെ തന്നെ തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കുമ്മനഞ്ചി പറഞ്ഞത് കേട്ടില്ലേ? അണികൾക്ക് ആയുധ പരിശീലനം കൊടുക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്രേ. ആയുധ പരിശീലനം അതുതന്നെയാണ് സുധാകരേട്ടന് പറയുന്നത് കേട്ടോ. ആയുധ പരിശീലനം ചെറുപ്പക്കാർക്ക് നൽകണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഞാനൊന്ന് ചിരിച്ചു തള്ളുക. എന്ന് തുടങ്ങി നിങ്ങൾ? ഏത് കാലം മുതൽ തുടങ്ങി നിങ്ങൾ പരിശീലനം? ചരിത്രത്തിലേക്ക് പിന്നെ കിടക്കാം. ആദ്യം കൺമുന്നിലുള്ള വർത്തമാനകാല സത്യങ്ങൾ മനസ്സിലാക്കാം, എന്നിട്ട് പിറകോട്ട് പോകാം. ആയുധ പരിശീലനം കൊടുക്കുന്ന കാര്യം പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടില്ല. ആയുധ പരിശീലനമല്ല, കായിക പരിശീലനം. കായിക പരിശീലനമാണ് കോടിയേരി പറഞ്ഞത്. നമ്മുടെ യുവാക്കൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള കായിക പരിശീലനം കൊടുക്കണം. കായിക പരിശീലനം എന്നാൽ ആയുധ പരിശീലനമല്ല. കായിക പരിശീലനം എന്നാൽ ഇതാണ് കായിക പരിശീലനം. പൊതുപ്രവർത്തകരായിട്ടുള്ള എന്നെപ്പോലുള്ളവർക്ക് ജീവിതത്തിൽ കിട്ടുന്നൊരു സൗഭാഗ്യമാണ് ഇത്തരം നിമിഷങ്ങളെന്ന് ഞാൻ കരുതുകയാണ്. ഈ കണ്ടതാണ് കായിക പരിശീലനം. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് കായിക പരിശീലനത്തിലാണ്. ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ആയുധ പരിശീലനത്തെക്കുറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ ആലോചിച്ചിട്ടേയില്ല. ആകപ്പാടെ അദ്ദേഹം പറഞ്ഞത് പണ്ടൊരിക്കൽ കുറുവടി എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് മാത്രമാണ്. അന്ന് RSSകാർ നമ്മുടെ ബീഡി സ്ഥാപനങ്ങൾക്കെതിരായിട്ട് ഇത്തരം സംഭവങ്ങൾ ചെയ്തപ്പോൾ ബാംഗ്ലൂർ ഗണേഷ് ബീഡി കമ്പനിക്കാരുടെ ഏജന്റുമാരായി രംഗത്ത് വന്നപ്പോൾ അന്നാണ് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി ദണ്ഡ പരിശീലനവും ദണ്ഡ ഉപയോഗിക്കുന്ന ചെയ്ത സംഭവം ഉണ്ടായത്. ദണ്ഡ കൊണ്ടുള്ള അടി പല ഭാഗത്തും വന്നു. നമ്മുടെ സഖാക്കൾ സ്തംഭിച്ചു പോയി. നമുക്കന്ന് ഇത് പരിചയമില്ല. ഇവരുടെ ദണ്ഡയെ എങ്ങനെ നേരിടും? പക്ഷെ ജനങ്ങൾ വഴി കണ്ടെത്തി. ദണ്ഡയുമായി വരുന്നവരെ നേരിടാൻ നല്ല കുറുവടി ഉണ്ടാക്കാൻ ഓരോ പ്രദേശത്തും ജനങ്ങൾ തയ്യാറായി. സ്വയം ജനങ്ങൾ സംഘടിച്ചു. ഈ ദണ്ഡയ്ക്ക് പകരം നല്ല കവുങ്ങ് മുറിച്ച് ചെത്തി ശരിയാക്കി ദണ്ഡയ്ക്ക് പകരമുള്ള സാധനം രംഗത്തിറങ്ങിയപ്പോൾ ദണ്ഡധാരികളായ RSSകാർ സ്ഥലം വിട്ട അനുഭവം ഈ കണ്ണൂർ ജില്ലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത RSSകാർ ഇന്ന് ഓർക്കുന്നതാണ്. കുറുവടി കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ ഇപ്പോഴും കുറുവടി എടുക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു കലാപരിപാടി നടത്തേണ്ട ആവശ്യം വന്നാൽ ജനങ്ങൾ ഇപ്പോഴും കുറുവടിയുമായി വന്ന് അത് നടത്തി കൊടുക്കാറുമുണ്ട്.
കണ്ടില്ലേ, കലാപരിപാടികൾ കണ്ടില്ലേ? ഈ സുന്ദരമായ കലാപരിപാടി കണ്ടാലും കെ സുധാകരൻ പറയും അത് തീക്കളിയാണ് എന്ന്. അതാണ് സുധാകരന്റെ സ്വഭാവം. എത്ര അറിയപ്പെടുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിങ്ങൾക്കുണ്ട്. ആയുധമെടുത്ത് പരിശീലനം കൊടുക്കുന്ന, വെട്ടാൻ, എല്ല് പൊട്ടിക്കാൻ, കഴുത്ത് വെട്ടാൻ, ചിതറിത്തെറിക്കാൻ, ബോംബാറ് പരിശീലനം മുതൽ വാളുകൊണ്ടുള്ള വ്യത്യസ്തമായ അഭ്യാസ പ്രകടനങ്ങളും ഇരുമ്പ് വടികൊണ്ടുള്ള തല്ലുമൊക്കെ നിങ്ങൾ പരിശീലിപ്പിച്ച ഒരുപാട് സഖാക്കൾ കേരളത്തിലുണ്ട്, കണ്ണൂരിലുണ്ട്. ആർക്കറിയാത്തത്? കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നൽകിപ്പോരുന്ന പരിശീലനം ഏതാണ്ട് എങ്ങനെയാണ് എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ കോടിയേരിയുടെ ധർമ്മസങ്കടം കാണാം. സംഗതി ശരിയാണ്. പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെയാണല്ലോ പാർട്ടി അംഗമായ ധനരാജിനെ RSSുകാർ കൊലപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. സാധാരണഗതിയിൽ ഇരകൾക്കൊപ്പമാണ് പോലീസ് നിൽക്കേണ്ടത്. ഇവിടെ പോലീസ് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന സമീപനം അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അത്തരം നിലപാട് തിരുത്താൻ പോലീസ് ഉന്നതന്മാർ തയ്യാറാകണം. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ CPMന് കഷ്ടകാലമാണ്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം CPMന്റെ മൂന്നാമത്തെ പ്രവർത്തകരാണ് ഇവിടെ കൊല ചെയ്യപ്പെട്ട സഖാവ് ധനരാജ്. ആദ്യം ധർമ്മട മണ്ഡലത്തിൽ പിണറായി സഖാവ് രവീന്ദ്രനെ കൊലപ്പെടുത്തി. അവിടെ തൃശ്ശൂരിൽ എങ്ങണ്ടിയൂരിൽ നമ്മുടെ പാർട്ടി സഖാവിനെ RSSകാർ BJPക്കാർ വെട്ടിക്കൊന്നു. ഇത് മൂന്നാമത്തെ സംഭവമാണ്. സർക്കാർ വന്നിട്ട് 3 മാസം തികഞ്ഞിട്ടില്ല. ഇതിനിടയിൽ 3 ആളെ RSSുകാർ കൊന്നു. തീർന്നില്ല, ആൾ നഷ്ടം തീർന്നില്ല, വേറെയുമുണ്ട്. 2 CPM പ്രവർത്തകന്മാരെ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗുകാർ കൊലപ്പെടുത്തി. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ 5 സംഭവങ്ങളായി ഈ ഇലക്ഷന് ശേഷം CPMന്റെ 5 പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടു. ഇതെല്ലാം കൊല്ലപ്പെട്ടവരുടെ കണക്ക് മാത്രമാണ് കേട്ടോ. കഷ്ടനഷ്ടങ്ങൾ വേറെയുമുണ്ട്. ഇവിടെ ഇലക്ഷന് ശേഷം 100-ൽ പരം പാർട്ടി പ്രവർത്തകന്മാർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. 8 ജില്ലകളിൽ ആക്രമണം നടന്നു. ഇത്രയേറെ ആക്രമണത്തിന് വിധേയമായ CPIMനെ കൊലപാതക പാർട്ടിയാണ്. CPM അക്രമം എന്ന് നടത്തി പ്രചാരവേല നടത്തി. ദേശവ്യാപകമായി പാർട്ടിക്കെതിരായിട്ടുള്ള പ്രചാരവേല BJPക്കാർ സംഘടിപ്പിച്ചു. സമാധാനം നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM. അതിൻ്റെ സെക്രട്ടറിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണകക്ഷിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് കോടിയേരി സ്വന്തം അനുയായികൾക്ക് നൽകിയ നിർദ്ദേശം ഇതാണ്. കേരളം എല്ലാ പ്രദേശത്തും സമാധാനം സ്ഥാപിക്കാൻ CPM പ്രവർത്തകന്മാരായിരിക്കണം മുന്നിട്ടിറങ്ങേണ്ടത്. CPMന്റെ ഭാഗത്ത് നിന്ന് മുൻകൈ എടുത്തുകൊണ്ട് ഒരുവിധ അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും നിലപാട്. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ആ പാർട്ടിയെപ്പറ്റി മറ്റൊരു പ്രതിച്ഛായ ദേശീയ തലത്തിൽ തന്നെ പടർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെയും പിന്നാമ്പുറം കഥകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, കേരളത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ നമുക്കൊന്ന് അവസാനിപ്പിക്കണ്ടേ. അപ്പൊ മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു, നിങ്ങളുടെ ആളുകളോട് നിങ്ങൾ പറയുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എൻ്റെ സഖാക്കളോട് ഞാനും പറയാം. അതും ശരിയാണ്. മുഖ്യമന്ത്രി ആയ ശേഷം ആദ്യമായി ദില്ലിയിൽ പോയ പിണറായി വിജയൻ
രാജ്നാഥ് സിംഗിനെ കാണുകയും അദ്ദേഹത്തിന് ഒരു കണ്ണാടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, ആറന്മുള കണ്ണാടി. കണ്ണാടിയപ്പോൾ കാണുന്നത് നല്ലതാണല്ലോ. മുഖം കാണാൻ മാത്രമല്ല മനസ്സു കാണാനും ആ കണ്ണാടി ഉപകരിച്ചു എന്നാണ് അതിനുശേഷം പിണറായിയുമായി സംസാരിച്ചപ്പോൾ പൊളിമിക്സിന് മനസ്സിലായത്. അവിടെ BJPയും CPIയും തമ്മിലുള്ള സംഘർഷമുണ്ടല്ലോ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് മുഖ്യമന്ത്രി എന്ന നിലക്ക് നിങ്ങൾക്ക് രണ്ടു കൂട്ടരെയും വിളിച്ച് സംസാരിച്ച് പരിഹരിച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടരോട് ആദ്യം പറയുക, അങ്ങനെ പറഞ്ഞ് അവരെ അതിനെ സഹകരിപ്പിച്ചാൽ അത്തരമൊരു യോഗം വിളിക്കാം. എൻ്റെ കൂട്ടരോട് ഞാനും പറയാം, അതിനെനിക്ക് തടസ്സമില്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടരോട് നിങ്ങൾ പറഞ്ഞ് സഹകരിപ്പിക്കണം, അത് ഞാൻ പറഞ്ഞോളാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്, കാതലായ ഒരു ചോദ്യം. അതിനുശേഷം ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? അതിനുശേഷം പ്രശ്നമുണ്ടാക്കിയത് ഇപ്പോൾ ഈ കുന്നിരുവിൽ RSSകാരല്ലേ, BJPക്കാരല്ലേ? കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് CPMന്റെ ഭാഗത്ത് നിന്ന് ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ അത് ലംഘിച്ചുകൊണ്ട് ആക്രമണത്തിന്റെ വേദി തുറന്നിരിക്കുന്നത് ഇവിടെ BJPക്കാരാണ്, RSSകാരാണ്. അതുപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ കലാപമാണ്, അക്രമമാണ് എന്ന് സ്ഥാപിക്കാൻ കൊണ്ടുപിടിച്ച പരിശ്രമമാണ് ഇന്ന് ശത്രുവർഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടക്കുന്ന ഈ സംഭവം വളരെ കരുതലോടുകൂടി പാർട്ടി സഖാക്കൾ കാണണം. ആ കരുതൽ എന്തായിരിക്കണം എന്നത് മാത്രമാണ് കോടിയേരി സഖാവ് പയ്യന്നൂരിൽ വിശദീകരിച്ചത്. RSSനെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും നേരിടാനുള്ള രാഷ്ട്രീയവും സംഘടനാപരമായ കരുത്ത് CPM നേടണം. അതിനുവേണ്ടിയാണ് പാർട്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RSS നേരിടാനുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം നമുക്കുണ്ട്, RSS നേരിടാനുള്ള രാഷ്ട്രീയം നമുക്കുണ്ട്. പാർട്ടിക്ക് ഇല്ലാത്തത് ഒന്നു മാത്രമാണ്. അത് വിശദീകരിക്കുമ്പോഴാണ് കായിക പരിശീലനത്തെക്കുറിച്ച് പറയേണ്ടി വന്നത്. ഇവ ശത്രുവർഗത്തിന്റെ ആക്രമണത്തെ നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനം ഓരോ പ്രദേശത്തും ഉണ്ടാകണം. നമ്മളെ ആക്രമിക്കാൻ വന്ന ഒരാളും വന്നതുപോലെ തിരിച്ചു പോകാൻ പാടില്ല എന്ന എല്ലാ പ്രദേശത്തും ഉറപ്പുണ്ടാക്കണം. അതിന് സാധിക്കത്തക്ക വിധത്തിലുള്ള കരുത്ത് ഓരോ പ്രദേശത്തും നേരണം. നമ്മുടെ യുവതിയുവാക്കൾക്കെല്ലാം ആവശ്യമായുള്ള കായിക പരിശീലനം കൊടുക്കണം. അങ്ങനെ സ്വന്തം പാർട്ടിക്കാർക്ക് കായിക പരിശീലനം നൽകുന്നത് എന്തിനാണ് എന്നല്ലേ? അതുകൊണ്ട് RSS BJPക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, വയലിൽ പണി തന്നാൽ അതിന്റെ വരമ്പത്ത് തന്നെ കൂലി കിട്ടും എന്ന വസ്തുത BJPക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങളോട് കളിക്കരുത്. ചെറുത്തുനിൽപ്പ് എങ്ങനെയായിരിക്കണം എന്ന് പോലും കേണൽ കോടിയേരി ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് പോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തെറ്റായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. വീടുകൾക്ക് നേരെയുള്ള ആക്രമണം അവർ നടത്തുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് അത്തരം ഒരു ആക്രമണം നടത്താൻ പാടില്ല. കടകൾക്ക് നേരെയുള്ള ആക്രമണം, ഇതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവൻ ആരാണോ അവനോടാണ് നമ്മൾ കണക്ക് തീർക്കണമെന്നുള്ള ബോധം നമ്മുടെ ഏത് പ്രവർത്തനത്തിലും ഉണ്ടായിരിക്കണം. അതിനു പകരം എന്തെങ്കിലും ചെയ്താൽ അത് നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കും. ഈ നിയന്ത്രിത തിരിച്ചടി എന്ന യുദ്ധതന്ത്രത്തെ എങ്ങനെ നേരിടണമെന്നറിയാത്തതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ അടിത്തട വേറൊരിടത്താണ്. ഇതിനിടെ തിരുവിതാംകൂറിലും കൊച്ചിയിലുമുണ്ടായ വക്കീൽ കലാപം ഒരുവിധം അവസാനിച്ചു കിട്ടി. എറണാകുളം ജില്ലാ കോടതിയിലേക്ക് പത്രക്കാരോട് കയറണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മഴ നിന്നതിന് ശേഷവും മരം പെയ്യുകയാണ് എന്ന് കരുതിയാൽ മതി, തല്ല് തീർന്നതാണ്. ഇതിലൊരു കാര്യമേ പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളൂ. 19-ാം തീയതിക്ക് മുൻപ് കേരളത്തിലെ അഡ്വക്കറ്റുമാരും മാധ്യമപ്രവർത്തകരും
നല്ല സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി തന്നെയാണ് പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. ഈ കുറഞ്ഞ ദിവസങ്ങളാണ് സംഘർഷത്തിൻ്റെതായ അന്തരീക്ഷമുണ്ടായത്. ആ സംഘർഷം പൊതുവെ മാധ്യമ പ്രവർത്തകർക്കായാലും അഡ്വക്കേറ്റുമാർക്കായാലും ഏതെങ്കിലും തരത്തിൽ അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നല്ല. സമൂഹം ഒരു നല്ല കാര്യമായിട്ടല്ല അതിനെ അംഗീകരിക്കുകയും ചെയ്യുക. അപ്പം ഇതെല്ലാം മനസ്സിലാക്കി സംഘർഷം പൂർണ്ണമായി ഇല്ലാതാകാനുള്ള സഹകരണത്തിൻ്റെയും സൗഹൃദത്തിൻ്റെതുമായ മാർഗം രണ്ടു കൂട്ടരും വളർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. അത്രയുമായപ്പോൾ ഒരു കൂട്ടർക്കൊരു സംശയം. പേടിയിൽ നിന്നുണ്ടായ സംശയമാണ്, ഇനിയും ഹൈക്കോടതിയിൽ ചെന്നാൽ തല്ലുകൊള്ളുമോ എന്ന്. ഇനിയും ഹൈക്കോടതിയിൽ പോയാൽ പട്ടണം എടുക്കുന്ന ഒരു ആശങ്ക അല്ല, തല്ലാൻ വേണ്ടിയും തല്ല് കൊള്ളാൻ വേണ്ടിയും ആരും അങ്ങോട്ട് പോകണ്ട. ശരി, അല്ല നമുക്കിവിടെ നിർത്താം, അതാ നല്ലത്. ശരി, അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടു കൂട്ടത്തിലും നിങ്ങളെപ്പോലുള്ള ചില ആൾക്കാരുണ്ടാവും. അവരെയല്ല നമ്മൾ പൊതുവിൽ കാണുന്നത്. നമ്മൾ പൊതുവായ സമൂഹത്തെ കാണും. സൗഹാർദ്ദപരമായ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി നിൽക്കുക. എരി പകരാതിരിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കുക. അത് ഏറ്റവും പ്രധാനമാണ്. എരി പകരൽ എരിപകരിലല്ല നമുക്ക് വേണം. അങ്ങ് സൂചിപ്പിച്ച പോലെ 5000 അഭിഭാഷകരും 100-ൽ താഴെ 100 പോലും ഇല്ല 50-ൽ താഴെ മാധ്യമപ്രവർത്തകരുമാണ് അവിടെയുള്ളത്. അപ്പോ അതിൽ ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. ഹൈക്കോടതിക്കകത്ത് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല. സർക്കാർ എന്തെങ്കിലും ചെയ്യാൻ അത് ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ മറ്റു കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. ഒരു തരത്തിലുള്ള അതിക്രമങ്ങളും ഈ സർക്കാർ അനുവദിക്കില്ല. അതിനെപ്പറ്റി യാതൊരു സംശയവും വേണ്ട. ചീഫ് ജസ്റ്റിസിനോട് നേരത്തെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഇപ്പൊ മാത്രമല്ല, നേരത്തെ സംസാരിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്താനല്ല നമ്മൾ ധനേഷ് മാത്യു മാഞ്ഞൂരാണെന്ന് പറയുന്ന അഭിഭാഷകൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഇപ്പോൾ സർക്കാരിന് തന്നെ വലിയൊരു മാനക്കേട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മാറ്റുമോ? അത്തരം വലിയ തീരുമാനം അതൊന്നും പത്രസമ്മേളനത്തിൽ പറയേണ്ട കാര്യമല്ല. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് താങ്കളുടെ സർക്കാർ അധികാരത്തിലെത്തിയത്. അപ്പോഴാണ് ഇതേപോലെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോഴും GP തുടരുകയാണ്. നടപടി ഉണ്ടാകുമോ? ഏത് സ്ത്രീകൾക്കെതിരെയുള്ള ശക്തമായ നടപടി, സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടായ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ആകുന്ന സമയത്ത്. അപ്പോഴാണ് GP ഇത്തരത്തിലൊരു കേസിൽ പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. അദ്ദേഹം ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളൊന്നും വാർത്താ സമ്മേളനം വിളിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇത് സ്ത്രീകൾക്കെതിരെയുള്ള ഏത് അതിക്രമത്തിനെതിരെയും കർശനമായ നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കും. അതിനെപ്പറ്റി യാതൊരു ആശങ്കയും വേണ്ട. മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരായി എന്തെങ്കിലും ഒരു നിയമനിർമ്മാണം പരിഗണനയിലുണ്ടോ? മാധ്യമപ്രവർത്തകർക്ക് നേരെയും മാധ്യമപ്രവർത്തകർ തിരിച്ചും ആക്രമിച്ചു എന്നുള്ള ആക്ഷേപം ഇതിനകത്തുണ്ട്. അത് സംബന്ധിച്ചാണ് ജുഡീഷ്യൽ അന്വേഷണം നടന്നതെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഞാനൊരു നിലപാടെടുത്ത് പറയല്ല വേണ്ടത്. അതൊരു ശരിയല്ല. കോടതിയെ അറിയിക്കും. ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനങ്ങൾ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അറിയിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും. ഹൈക്കോടതി ഏതായാലും അറിയും. കാരണം ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വ്യക്തികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയും. കഴിഞ്ഞ തവണ ഏജിൽ നടന്ന യോഗത്തിൽ ലോയേഴ്സ് അസോസിയേഷൻ നൽകിയൊരു ഉറപ്പുണ്ടായിരുന്നു, ഇനിയൊരു പ്രകോപനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടായി. പിറ്റേ ദിവസം ഇവിടെ പ്രകടനം ഉണ്ടായി. അവിടെ പ്രശ്നത്തിന്റെ ഫ്രണ്ടിലേക്ക് ഇന്നലെ പ്രകടനം ഉണ്ടായി. അതെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള വികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ മാറ്റണ്ട. ഇപ്പം നമ്മൾ നിൽക്കേണ്ടത് നേരത്തെ എടുത്ത തീരുമാനത്തിലാണ്. ആ തീരുമാനത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം. ആ സ്പിരിറ്റിനെതിരായിട്ടുള്ള വികാരം പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയാക്കി ഇതിനെ മാറ്റാൻ തയ്യാറാകുക. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം.
ഞാൻ നേരത്തെ അത് പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശേഷം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ആശങ്ക. അതെ, പിറ്റത്തെ ദിവസം തന്നെ തിരുവനന്തപുരത്ത് പ്രശ്നമുണ്ടായി. നമ്മളതിന് വീണ്ടും കോടതിയിൽ പോകുമ്പോൾ അവിടെ നമുക്ക് ആരും ഒരു സുരക്ഷ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയും. അതെ, നമുക്ക് നമ്മൾ എന്ന് വെച്ചാൽ ഇനി നമ്മൾ പിന്നെ കോടതിയിലേക്ക് പോകില്ലേ? അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതാ അത് എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അത് തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പോ എന്തിനാണ് ചേർന്നത്? നമ്മൾ എന്തിനാണ് ചേർന്നത്? എന്നാൽ അത് പ്രശ്നപരിഹാരമായിരിക്കുന്നു. അതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ തമ്മിൽ അങ്ങനെ പറഞ്ഞ് പിരിയണ്ട കേട്ടോ. എനിക്ക് പറയാൻ അറിയാത്തത് കൊണ്ടല്ല, അങ്ങനെ പറയാനല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ചേർന്നത് പ്രശ്നങ്ങളാകെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. ആ സ്പിരിറ്റിൽ നിൽക്കാൻ എല്ലാവർക്കും കഴിയണം. അതാണ് പ്രശ്നം. ശരി. So with regards to the arrest that Kerala police have made in connection with the ISIS case. നേരെ മറ്റൊന്നിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ കലാശിച്ചപ്പോഴാണ് മറ്റൊരു കിംവദന്തി ഓർമ്മ വന്നത്. അഭിഭാഷക കലാപത്തിന്റെ കാരണത്തെപ്പറ്റി പറഞ്ഞു കേട്ട കിംവദന്തി. ഇത് അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ സ്പോൺസേഡ് ഗുണ്ടാവിളയാട്ടമാണ്. യാതൊരു സംശയം വേണ്ട, അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ സ്പോൺസേഡ് ഗുണ്ടാവിളയാട്ടം. മാന്യന്മാരായ വക്കീലന്മാരോ സംസ്കാര സമ്പന്നരുമായ ആരും തന്നെ ഈ ഗുണ്ടാവിളയാട്ടത്തിൽ കൂട്ടുനിന്നിട്ടില്ല. പി സി ജോർജ് പറഞ്ഞതാണ് എന്ന് കരുതി അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കലാപമുണ്ടാകുന്ന ദിവസം രാവിലെ അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ മാധ്യമങ്ങളോട് പെരുമാറിയത് ഇതാ ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ഉപദേശക സ്ഥാനം ഒഴിഞ്ഞതിനെ പറ്റിയായിരുന്നു ചോദ്യം. ഒരൊറ്റൊന്നിനും ഉത്തരം പറയില്ല. Throughout you were unfair. Throughout the press was unfair to me. TV was unfair to me. മുഴുവൻ കളവാണ്. സർക്കാർ താങ്കളെ മറ്റേ നിയമോപദേശകരായി നിയമിച്ചു എന്നുള്ള സർക്കാർ ഉത്തരവുണ്ട്. അത് സത്യമല്ലേ സർ? അങ്ങനെയുള്ള ഉത്തരവല്ലേ മാധ്യമങ്ങൾ കൊടുത്തുള്ളൂ. ഈ കാര്യത്തിൽ എന്ത് തെറ്റാണ് മാധ്യമങ്ങൾ കാണിച്ചത്? അതെല്ലാം നിർദ്ദേശിച്ചില്ലായിരുന്നു. മാധ്യമങ്ങൾ അനീതി കാട്ടിയെന്ന് സാറിന് വലിയ പരാതിയുള്ളൂ. സാർ എന്താ അനീതിയാണ് മാധ്യമങ്ങൾ? ഗവൺമെന്റ് തീരുമാനം ഞങ്ങൾ പറയുകയല്ലോ, അനീതി കാണിച്ചിട്ടുണ്ടോ സാർ? ശരിയാണ്. സാറ് തന്നെ പറഞ്ഞു. നിങ്ങൾ തന്നെ തീരുമാനിച്ചില്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു. സാറായിരുന്നു പറഞ്ഞത് മാധ്യമങ്ങൾ അനീതി കാട്ടി എന്നുള്ളത്. സാറിന് നിയമോപദേഷ്ടാവായി സാറിന് നിർദ്ദേശിച്ചിരുന്നില്ലേ? ദാമോദരൻ വക്കീൽ പോയ പോക്ക് കണ്ടില്ലേ? ഇനി ഈ പോക്ക് ഒന്നുകൂടി കണ്ടു നോക്കൂ. നമ്മൾ തമ്മിൽ അങ്ങനെ പറഞ്ഞ് പിരിയണ്ട കേട്ടോ. എനിക്ക് പറയാൻ അറിയാത്തത് കൊണ്ടല്ല, അങ്ങനെ പറയാനല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ചേർന്നത് പ്രശ്നങ്ങളാകെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. ആ സ്പിരിറ്റിൽ നിൽക്കാൻ എല്ലാവർക്കും കഴിയണം. അതാണ് പ്രശ്നം. ശരി. So with regards to the arrest that Kerala police have made in connection with the ISIS case. എം കെ ദാമോദരൻ പോയ അതേ വഴിക്കാണ് പിണറായി വിജയൻ പോയത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പൊളിമിക്സിന് അതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്നറിയിക്കുന്നു. ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ പിരിയുന്നു. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.